ഞാൻ കംബോഡിയയിൽ 1 മാസം ട്രാവൽ ചെയ്തു. ഈ 1 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. എനിക്കൊരു ട്രാവൽ ഫ്രണ്ട് ഉണ്ട്, ഒരു ബെൽജിയംകാരിയാണ്. അപ്പോൾ എൻ്റെ ട്രാവൽ ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. കുറച്ചായപ്പോൾ നമ്മൾ സ്പ്ലിറ്റായി 2 ട്രാവലാണ് ചെയ്തത്. കാരണം അവളുടെ ദിവസങ്ങൾ അവൾ പകുതി കംബോഡിയയിലും പകുതി മലേഷ്യയിലൊക്കെ ആയിരുന്നു. ഞാൻ കംബോഡിയയിൽ തന്നെ 1 മാസം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ആ 1 മാസത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള അനുഭവങ്ങൾ ആദ്യം ഷെയർ ചെയ്യാം. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരു ഹോസ്റ്റലിൽ റൂം എടുത്തു. ഹോസ്റ്റലിൽ റൂം എടുത്ത് 3ാമത്തെയോ 4ാമത്തെയോ ഫ്ലോറിലാണ്. അവിടെ ചീപ്പായിരുന്നു, അതുകൊണ്ട് നമ്മൾ മുകളിലാണെങ്കിൽ എന്താ ചീപ്പായതുകൊണ്ട് നമ്മൾ ആ റൂം എടുത്തിട്ട് ഒരു നൈറ്റിന് വേണ്ടിയിട്ടാണ് റൂം എടുത്തത്. അപ്പോൾ അന്ന് വൈകുന്നേരമായപ്പോൾ നമ്മൾ വിചാരിച്ചു പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെ നമ്മൾ പുറത്തൊക്കെ കറങ്ങിയ കൂട്ടത്തിൽ നമ്മളൊരു കട കണ്ടു. അവിടെ ജ്യൂസും ബർഗറും ഒക്കെ വിൽക്കുന്ന ഒരു കട, നല്ല സീറ്റിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ചു നോക്കി ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചേക്കാം. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ കുറേ ഷേക്കുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ മാംഗോ ഷേക്ക് ചൂസ് ചെയ്തു, അവൾ ചിക്കൻ ബർഗർ ചൂസ് ചെയ്തു. നിങ്ങൾ ഈ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇവിടെ ഫുള്ള് പടക്കം പൊട്ടിക്കുക, എന്തുവാണോ ഭയങ്കര ബഹളം. ഐ ഹോപ്പ് യു ഡോണ്ട് ഹിയർ ഇറ്റ്. എന്നാൽ പിന്നെ ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്യേണ്ടി വരും. എനിവേ, അപ്പോൾ ഞാനവിടെ മാംഗോ ഷേക്ക് ഓർഡർ ചെയ്തു. അപ്പം മാംഗോ ഷേക്ക് ഓർഡർ ചെയ്തപ്പം ഓർഡർ എടുക്കാൻ വന്ന ആൾ ചോദിച്ചു, ഡു യു വോണ്ട് ടു മേക്ക് ഇറ്റ് ഹാപ്പി? ഈ മാംഗോ ഷേക്ക് ഒന്ന് ഹാപ്പി ആക്കിയാലോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ് ഐ വാണ്ട് ഇറ്റ് ടു ബി ഹാപ്പി. അപ്പോൾ ഈ ഹാപ്പി എന്താണെന്ന് പോലും അറിയാതെയാണ് ഞാൻ ഹാപ്പി ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. സോ ഐ ഡിഡ്ന്റ് നോ ഇറ്റ് വാസ് എ കോഡ് വേർഡ് ഇൻ കംബോഡിയ. സോ വെൻ യു ഹിയർ എ വേർഡ് ഹാപ്പി, ബി കെയർഫുൾ ഇഫ് യു ആർ ഇൻ കംബോഡിയ. അപ്പം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംഭവം വന്നു, മാംഗോ ഷേക്ക് വന്നു. അപ്പോൾ നോക്കുമ്പോൾ പച്ച കളറിലെ ഒരു ഷേക്കാണ് എന്നെ മുന്നേ കൊണ്ട് വെച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ പച്ച മാങ്ങയാണോ? ഞാൻ ടേസ്റ്റ് ചെയ്യുന്നു, നല്ല മധുരമുണ്ട്. അപ്പോൾ ഫുൾ ഗ്രീനിഷ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ ഐ ആം ഡ്രിങ്കിങ് ഇറ്റ് ആൻഡ് ഐ എൻജോയ് ദ ടേസ്റ്റ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഞാനങ്ങ് കുടിച്ച് ഏകദേശം കഴിയാറായി, വലിയ കപ്പ കുടിച്ച് കഴിയാറായി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുടിച്ചു. അവളും പറഞ്ഞു അടിപൊളി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ചായപ്പോൾ തൊട്ടപ്പുറത്തെ ടേബിളിലിരിക്കുന്ന ഒരു പയ്യൻ, അവരൊരു യൂറോപ്യൻ പയ്യൻ, അവൻ എന്നോട് ചോദിക്കണം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഓക്കെ ഇറ്റ്സ് ഗുഡ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഡു യു ഫീൽ സംതിങ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇതെന്താ ഒരു ഷേക്ക് കുടിച്ചിട്ട് എന്ത് ഫീൽ ചെയ്യാനാ? ഐ സെഡ് വാട്ട് ഷുഡ് ഐ ഫീൽ, ഇറ്റ്സ് ടേസ്റ്റി. അപ്പം പറഞ്ഞു യു ആസ്ക്ഡ് ഫോർ ഹാപ്പി ഷേക്ക് റൈറ്റ്? അപ്പം ഞാൻ ചോദിച്ചു അതിനിപ്പോൾ എന്താ ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ പറയാം? അപ്പോൾ നിനക്കറിയില്ല ഹാപ്പി ഷേക്ക് എന്താണെന്ന്, എന്നിട്ട് നീ ഹാപ്പി ഷേക്ക് ഓർഡർ ചെയ്ത് കുടിക്കുവാണോ? അപ്പോൾ ഞാൻ എന്താ ഇതിനകത്തുള്ളത്? അപ്പോൾ പറഞ്ഞു അതിൻ്റെ കളർ കണ്ടില്ലേ? ഞാൻ പറഞ്ഞാൽ കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞതാണ് ഇതിനകത്ത് ഫുള്ള് മരുവാന, ഒരുപാട് കോൺസെൻട്രേറ്റഡ് കണ്ടൻറ്റ് ഇതിനകത്തുണ്ട്, അതുകൊണ്ടാണ് ഈ പച്ച കളർ. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് പറഞ്ഞവൻ പറഞ്ഞു കുടിച്ചു കഴിഞ്ഞ് ഒരു അരമണിക്കൂർ തൊട്ട് 40 മിനിറ്റിൽ സാധാരണ തലയ്ക്ക് പിടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയാവാൻ തുടങ്ങി. അപ്പം പറഞ്ഞു ഇല്ല അപ്പോൾ അവൻ പറഞ്ഞു അവനും അതാ കഴിച്ചിരിക്കുന്നത്, പേടിക്കണ്ട, ഇതിൻ്റെ എഫക്റ്റ് കുറയ്ക്കണമെങ്കിൽ ഐസ്ക്രീം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ ഓക്കെ ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞ് സീറ്റിൽ നിന്ന് എണീക്കുവാണ് ഐസ്ക്രീം കടയിലോട്ട് പോകാൻ. എണീക്കുന്നു, ബാലൻസ് തെറ്റുന്ന പോലെ തോന്നുന്നു, ടപ്പ് ചെയ്യുന്നിരിക്കുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയുകയാണ് എനിക്ക് പറ്റണില്ല. അവിടെ തൊട്ട് എനിക്ക് പ്രോബ്ലംസ് തുടങ്ങി പറഞ്ഞാൽ നല്ല രീതിയിൽ കേട്ടോ. എന്നിട്ട് പിന്നെ എനിക്കൊരു ഫ്ലാഷ് ഓഫ് മെമ്മറി വരുന്നത്, ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് നിൽക്കുന്ന പോലെ എൻ്റെ ഫ്രണ്ടുണ്ട് കൂടെ. നെക്സ്റ്റ് ഫ്ലാഷ് ഓഫ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഐസ്ക്രീമിൻ്റെ ബില്ല് പേ ചെയ്യുന്നത്, ഐസ്ക്രീം വാങ്ങുന്നത്, ഇത്രയേ ഉള്ളൂ എൻ്റെ മെമ്മറീസിൽ. ഇത് കഴിക്കുന്നതോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ എനിക്ക് ബോധം വരുന്നത്
ഞാനൊരു കട്ടിൽ ഇങ്ങനെ ഉറങ്ങുവാണ്. എൻ്റെ ഫ്രണ്ട് എന്നെ കുലുക്കി വിളിക്കുകയാണ്, ആൻസി എണീക്ക് പോണ്ടേ, നമ്മുടെ ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈമായി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്നെ. അപ്പോൾ ഞാൻ ആന്ന് പറയുന്നു. അതാണ് എൻ്റെ നെക്സ്റ്റ് ഫ്ലാഷ് മെമ്മറി. ഞാനിങ്ങനെ എണീക്കുന്നു. അപ്പോൾ ഹോസ്റ്റലിലാണ് ഞാൻ എണീക്കുന്നു. അത് അടുത്ത ദിവസം രാവിലെയാണ്. എണീച്ചിട്ട് അതുപോലെ തന്നെ കറങ്ങി വീണ്ടും കട്ടിലേക്ക് വീഴുന്നു. 24 to 48 hours എപ്പോഴോ ആ സമയത്തിനിടയ്ക്കാണ് ഞാൻ എണീക്കുന്നത്. എണീക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഫുൾ സ്റ്റോറി എന്നോട് പറയാണ്, ഐ വാസ് നോട്ട് വർക്കിംഗ് നോർമൽ, ഐ വാസ് ജസ്റ്റ് ലൈക്ക് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ എനിക്ക് ഈ 3ാമത്തെ നിലയിൽ വരെ അവൾ എത്തിക്കാൻ കഷ്ടപ്പെട്ടു എന്ന്. കാരണം എനിക്ക് എൻ്റെ ലെഗ്സ് കൺട്രോൾ ആയിരുന്നു. എനിക്ക് ഒരു ഓർമ്മയില്ല. എനിക്ക് ആ ഐസ്ക്രീം ഫ്ലാഷിന് ശേഷമുള്ള എൻ്റെ ഓർമ്മ ഞാൻ ആ കട്ടിലിൽ നിന്ന് എണീക്കുന്നതാണ്. ഭാഗ്യവശാൽ എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിത്തിങ് കുഡ് ഹാപ്പൻ ഇഫ് ഷി വാസ് ഇൻ ദെയർ. എൻ്റെ മെമ്മറി ഒട്ടും ഉണ്ടായില്ല. എനിക്ക് ആ ഒരു ഫേസ് ഒന്നും തന്നെ ഓർമ്മയില്ല. അപ്പോൾ ആകെ ഇതായിരുന്നു എൻ്റെ സീൻ. സോ ബി കെയർഫുൾ, ഡോണ്ട് ഗോ ഹാപ്പി ഇൻ കംബോഡിയ. അടുത്തൊരു അനുഭവം, കംബോഡിയ തന്നെ വേറൊരു അനുഭവം ഉണ്ടായി, അതെനിക്ക് പറയണം. ഈ ഒരു അനുഭവത്തിന് ശേഷം പിന്നെ നമ്മൾ വേറെ ട്രാവൽ 2 റൂട്ടായി. അപ്പോൾ ഐ വാസ് വെരി കെയർഫുൾ. പിന്നെ ഞാൻ റെസ്റ്റോറൻറ്റ്സിലും ഇങ്ങനെയുള്ള ഷേക്ക് ഷോപ്പുകളിലൊന്നും പോവാതായി. ഞാൻ എപ്പോഴും ഈ മറ്റേ ക്യാനിൽ വരുന്ന കോഫി ഇല്ലേ, കോൾഡ് കോഫി, അതും ഓപ്പൺ ചെയ്തതല്ല, ക്യാനിൽ വരുന്ന മാത്രം ഉണ്ടാക്കുന്ന കടകളിൽ നിന്ന് കുടിക്കാതായി. എനിക്ക് ഇച്ചിരി പേടിയായി, അതാണ് സത്യം. അപ്പോൾ ഞാൻ ഈ ക്യാനിൽ വരുന്ന കോഫി മാത്രം കുടിക്കുന്ന ഒരു ശീലമായി. അപ്പോൾ ഞാനിങ്ങനെ ഒരു കഫേയിലിരിക്കുകയാണ്. ഈ ഒരു അനുഭവം എൻ്റെ അടുത്തിരിക്കുന്ന ഒരു നോർവീജിയക്കാരൻ എൻ്റെ ടേബിളിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പം അയാളായിട്ട് ഞാൻ സംസാരിച്ച് നമ്മൾ ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ ആ നോർവീജിയക്കാരനോട് എൻ്റെ കഥ പറയണം. അപ്പോൾ അയാളുടെ കഥ ആദ്യം പറയാം, എന്നിട്ട് ഞാൻ എൻ്റെ കഥ പറയാം. ഈ നോർവീജിയക്കാരൻ ആൾ ഡിസേബിൾഡ് ആണ്. ഡിസേബിൾഡ് എന്ന് പറഞ്ഞാൽ ആളുടെ ലങ്സിന് പ്രശ്നമുണ്ട്. അപ്പോൾ ലങ്സിന് പ്രശ്നമുള്ളതുകൊണ്ട് ഈ നോർവേയിൽ ഇപ്പം നമ്മൾ ഡിസേബിൾഡ് ആണെങ്കിൽ ഗവൺമെൻറ് ഒരു പെൻഷൻ തരും. ഹീസ് വെരി യങ്, ഹി വാസ് 31 or 33 സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ പക്ഷേ എന്നാലും നിങ്ങൾക്ക് പെൻഷൻ കിട്ടും. അപ്പോൾ ആൾ പെൻഷനിലാണ് ജീവിക്കുന്നത്. പക്ഷേ ആൾ കംബോഡിയയിൽ വന്ന് ഫുള്ള് സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ആ ലങ്സും വെച്ചിട്ട് ആൾ അടിച്ചു പൊളിക്കുകയാണ്. കാരണം അവിടെ നിന്ന് 2000 euro എടുക്കും. 2000 euro എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഒരു 1,70,000 ആ ഒരു എമൗണ്ട് ഓഫ് മണിയാണ്. അത് കംബോഡിയയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര മണിയാണ്. നമ്മുടെ ഇന്ത്യൻ്റെ ഇച്ചിരി കൂടെ പ്രൈസിയാണ്. ആ ഒരു ഇച്ചിരി കൂടെ എക്സ്പെൻസൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കംബോഡിയ. അപ്പോൾ അത്ര ചീപ്പാണ് കംബോഡിയ. അപ്പോൾ ഈ പൈസ കൊണ്ടുവന്ന ആളിവിടെ ബ്ലാസ്റ്റ് ചെയ്യാണ്. ആൾ അവിടെ തന്നെയാണ് ജീവിക്കുന്നത്. അയാൾക്ക് ഒരു വീടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് അയാളുടെ സ്റ്റോറി. അപ്പോൾ ഇയാളാണ് ആൾ. അപ്പോൾ ആളോട് ഞാൻ എൻ്റെ കഥ പറയുകയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇങ്ങനെ ഷേക്ക് കുടിക്കാൻ പോയതും അങ്ങനെ കഥ പറയുന്നുണ്ട്. ഇനി കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ കഥ ഫുള്ള് ഫിനിഷ് ചെയ്തില്ല, ഈ കഥ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ ഈ കോഫി ഓർഡർ ചെയ്തു. കോഫി ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഡു യു ഹാവ് സം കുക്കീസ്? അപ്പോൾ കുക്കീസും കൂടെ വരട്ടെ, കോഫിയുടെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കോഫിയും കുക്കിയും ഞാൻ കഴിച്ചു. എന്നിട്ട് കഥ പറയാണ്, എൻ്റെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അങ്ങനെ ഹാപ്പി എന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ലായിരുന്നു ഇതിനകത്ത് ഈ സംഭവം ഉണ്ടെന്ന്. അപ്പം ആൾ പറഞ്ഞു, അപ്പോൾ ഈ ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ആരും പറഞ്ഞു തന്നില്ല ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ആൾ പറഞ്ഞു, ഇവിടുത്തെ പിസ്സയിലുണ്ട്, ഹാപ്പി പിസ്സയുണ്ട്, ഹാപ്പി ബർഗർ, ഹാപ്പി ആഡ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, ഇതിലെന്തെല്ലാം വരുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആണോ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ആൾ ചോദിച്ചു, ആർ യു ഈറ്റിംഗ് ഹാപ്പി കുക്കി? ഞാൻ പറഞ്ഞു, അല്ല, ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയ കുക്കിയാണ് 2 എണ്ണം. ഇവിടെ നിന്ന് വാങ്ങിയ ആ കുക്കി ഇവിടെ ഉണ്ടാക്കുന്നതാണ്, അത് ഹാപ്പി കുക്കിയാണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ പൊന്നോ, വീണ്ടും പണി വന്ന വഴി. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു കഫേയുടെ പുറകെ തന്നെ അവർക്ക് തന്നെ റൂം റെൻ്റൽസ് ഉണ്ട്. അപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ ഓണറിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ നിന്ന് ഒരു റൂം അവൈലബിൾ ഉണ്ടെങ്കിൽ ഒരെണ്ണം വേണം. അവരത് ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇഫ് ഐ ഫീൽ ബാഡ് ഐ വോണ്ട് ടു ബുക്ക് ദ റൂം. അപ്പോൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി ടു പേ ടുഡേ ബട്ട് ഐ വിൽ പേ യു ടുമോറോ. അതെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തു. കാരണം ഈ ആളിൻ്റെ നോർവീജിയക്കാരൻ്റെ ഫ്രണ്ടായിരുന്നു ഈ ഓണർ. അപ്പോൾ ആൾ പറഞ്ഞു, ഓക്കെ, നോ പ്രോബ്ലം. അതൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തു. എന്നിട്ട് അപ്പോൾ ഞാൻ എന്നിട്ട് പേടി. അപ്പോൾ ഞാൻ ഒരു സാധാരണ 30 മിനിറ്റ് തൊട്ട് 40 മിനിറ്റൊക്കെ ആകുമ്പോഴേ ഈ പ്രശ്നങ്ങൾ വന്നു തുടങ്ങും. അപ്പോൾ വിചാരിച്ചു, അപ്പോൾ അവിടെ ഒരു ഹമ്മൊക്കെ ഉണ്ട്, ഹമ്മക്ക് പോയി കിടന്ന് ഇച്ചിരി റെസ്റ്റ് എടുക്കുക. ഒരു അരമണിക്കൂറാകുമ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങുകയാണെങ്കിൽ റൂമിനകത്ത് ചെക്ക് ഇൻ ചെയ്യാം എന്നുള്ള പ്ലാനിലായിരുന്നു. ഫോർച്യുനേറ്റ്ലി ആ ഒരു അരമണിക്കൂറിൽ എനിക്കൊന്നും സംഭവിച്ചില്ല. മേ ബി ഇറ്റ് വാസ് എ സ്മോൾ കുക്കി, ഒരു സ്മോൾ ക്വാണ്ടിറ്റിയിലേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇറ്റ് വാസ് ഓക്കെ. അതിലെല്ലാം ചോക്ലേറ്റും കുക്കിയായിരുന്നു. അതിന് എനിക്ക് വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല. ഞാനിങ്ങനെ ബോറൻ കുക്കി എന്ന് പറഞ്ഞ് കഴിച്ചു, അത്രേ ഉള്ളൂ.
എന്നിട്ട് ഏറ്റവും കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും ഹാപ്പി കുക്കി കഴിച്ചുകൊണ്ടാണ് എന്നുള്ളതായിരുന്നു. നമ്മൾ ഓരോ രാജ്യത്തോട്ട് ചെല്ലുമ്പോഴും അവിടത്തേതായ കോഡ് വേർഡ്സും ഇതൊക്കെ ഉണ്ടാവും, നമ്മളിതൊന്നും അറിയാതെ ചെന്ന് പെടും. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ നമ്മൾ കുഴപ്പമില്ലാതെ രക്ഷപ്പെടും. പക്ഷേ ഐ വാസ് ജസ്റ്റ് ലക്കി എവറി ടൈം. എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കുന്നു, ഞാനിപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.